അങ്ങനെ ഗൈസ് നമ്മൾ നേരെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഡാർക്ക് വെതറായിരുന്നേ. തണ്ടർ സ്റ്റോൺസ് ഒക്കെ ഉള്ള പോലെ ആയിരുന്നു. അപ്പം മാഡം ഭയങ്കര ടെൻഷൻഡായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് തന്നെ എക്സോസ്റ്റഡ് ആയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ജോബും കൂടെ വന്നപ്പോൾ ഞാൻ മൊത്തത്തിൽ കഥമായി. അപ്പോൾ ഞാൻ ഒന്നാമത്തത് പോയിട്ടുണ്ടായിരുന്നത് അതെ ഈ ഒരു ഫോട്ടോ ആണ്. ഇതാണ് പട്ടിക്കുട്ടിയുടെ ഫോട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ഇതും വന്നില്ല, ഒരു ബോധം എനിക്ക് വന്നില്ല. പിന്നെ ഞാൻ വീട് മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കി, ഗറാജ് പരിശോധിച്ച് നോക്കി, പൂള് അതെല്ലാം ഞാൻ പരിശോധിച്ച് നോക്കി. മുകളിലത്തെ ഫ്ലോർ ഞാൻ പരിശോധിച്ചില്ല. അപ്പോൾ ഞാൻ കാണിച്ചു. അപ്പോഴായിരുന്നു ഈ ഒരു ഡോണറ്റ് കണ്ടത്, പിന്നെ ഫ്ലവർ വേസ്, പിന്നെ ഇത് കണ്ടത്. അപ്പോൾ അതൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്കെന്തൊരു ഇതും വന്നില്ല, എൻ്റെ മൈൻഡിലൊരു ലൈറ്റപ്പ് ഒന്നും വന്നില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യം എനിക്ക് ബോധം വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ പെറ്റിൻ്റെ ഓണർ പോയിട്ട് അവിടെ മൊത്തം പരിശോധിച്ച് കബോർഡ് വരെ പരിശോധിച്ചിട്ടാണ് കേട്ടോ വന്നത്. ബട്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്കും. അപ്പം ആസ് എ പോലീസ് ഗേൾ ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം ഇതായിരുന്നു. അപ്പം എനിക്ക് ഒന്നും വന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കാനെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ വിളിക്കാം. അപ്പോൾ ഒറ്റൊരു ഡേ ഉള്ളൂ കേട്ടോ അത് ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വലിയൊരു പോലീസായിട്ട് എടുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ ഒരു അസൈൻമെൻറ്റ് ചെയ്താലേ നമുക്ക് വലിയൊരു പോലീസ് ആകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ അവർ ലാസ്റ്റ് വീട്ടിലോട്ട് പോയി. ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അടുത്ത ജോബിലോട്ട് കയറി. അടുത്ത ജോബിലോട്ട് പോകണ്ടേ നമുക്ക്. അപ്പോൾ അടുത്ത ജോബ് എൻ്റെ കൊച്ചിൻ്റെ ഡേ കെയറിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേ എന്ന് കിടന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങി. ചെറുതായിട്ടൊക്കെ തന്നെ അങ്ങനെ ഒരു സൗണ്ടിലാണ് കേട്ടോ, അല്ലാതെ അമ്മ എന്ന് വേർഡൊന്നും വിളിച്ചിട്ടില്ല. അപ്പം കുഞ്ഞു കിട്ടിയല്ലേ എന്നൊക്കെ തന്നെ. പിന്നെ കളിപ്പിച്ചൊക്കെ തന്നെ ഇരുന്ന് അവരുടെ ഈ കൊച്ചിനെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൊച്ചിനെടുത്ത് ഇങ്ങനെ കാര്യം. പക്ഷെ എൻ്റെ മോൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ലേ. അങ്ങനെ അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ഒരു എന്താ പറയുക, രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, വൈകുന്നേരം എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയേ. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. ഉണ്ടാക്കാനായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ കുറേ ന്യൂട്രീഷൻ മിക്സ്, മിൽക്ക് പൗഡർ അതെല്ലാം കൂടി ചേർത്ത് എങ്ങനെയോ ഞാനൊരു അടിപൊളിയുള്ള പ്രോട്ടീൻ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്തു ഗൈസ്. എൻ്റെ ശ്വാസം പോയി ഗൈസ് അത് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇടണം. എല്ലാ ന്യൂട്രിയൻ മിക്സും മിൽക്ക് പൗഡറും ഒന്നും ഇടണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മൊത്തത്തിൽ ഇട്ട്. അങ്ങനെ ഇട്ടൊക്കെ തന്നെ ആകുമ്പോൾ മുട്ട പുഴുങ്ങാൻ നോക്കിയപ്പോൾ അവിടെ മുട്ട പുഴുങ്ങാനായിട്ടുള്ള ഗ്യാസ് ഇല്ലടോ. അത് ഓർത്തില്ല കൈസ്. ഞാൻ മുട്ടയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് കെറ്റിലിൻ്റെ അകത്തൊക്കെ ഇടാൻ നോക്കി. പിന്നെ വിചാരിച്ച് കെറ്റിലിൻ്റെ അകത്ത് വെള്ളമല്ലേ കുടിക്കുന്നത്, ഇങ്ങനെ ഇടുമെന്നൊക്കെ വിചാരിച്ചാൽ ചെറുതായിട്ടൊരു പാടായിരുന്നു. അത് മാത്രമേ പാടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഭയങ്കര ഫണ്ണാണ് ഗൈസ്. ഇത് ഫണ്ണാണ് ഭയങ്കര ഫണ്ണാണ് ഗൈസ്. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് വരും, അത് നിങ്ങൾ കണ്ടോണം. അതെ, നമ്മൾ ഭയങ്കരമായിട്ട് ഇരുന്ന് കുടിക്കുകയാണ്. പാർവതി എന്നാണ് ഇവളുടെ പേര്. ഞാൻ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർവതി എന്നാണ് ഇവളുടെ പേര്. എൻ്റെ പേര് പ്രവസ്തി. അപ്പം അങ്ങനെ ഗൈസ് നമ്മൾ കുറേ നമ്മളൊക്കെ ഉണ്ടാക്കാൻ നോക്കി. പിന്നെ അതൊക്കെ ഞാൻ നിർത്തി ഗൈസ്. ഇങ്ങനെ ഭയങ്കര ഫണ്ണാണെന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ജോബാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം നമുക്ക് എന്തായാലും പുഴുങ്ങാനൊക്കെ നോക്കിയെങ്കിൽ മുട്ട പുഴുങ്ങി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ നേരമുള്ള പരിശ്രമമൊക്കെ തന്നെ കഴിഞ്ഞ് ഞാൻ തോറ്റു കൊടുത്തു. അങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമല്ല സങ്കടവും അല്ല, എന്തൊക്കെ ആയി കേട്ടോ. അപ്പം ഗൈസ് എൻ്റെ ജോബ് ഭയങ്കര ഈസി പീസി ലെമൺ സ്ക്വീസിയാണ് എന്നൊക്കെ തന്നെ പറഞ്ഞ് പോണ സമയത്ത്
ഒരു കൊച്ചി കിടന്ന് അവിടെ കരയുന്നു. അപ്പോൾ ഞാൻ അതെൻ്റെ ജോലിയാണല്ലോ കരയിപ്പിക്കുന്നത് നിർത്താനായിട്ടേ. ഞാൻ കൊച്ചിനെ എടുത്തുകൊണ്ട് നേരത്തെ ബാത്ത് കൊണ്ടുപോയിട്ട് സോപ്പിട്ട് പിന്നെ തലയിടുന്ന ഷാമ്പു ഇട്ട് വെള്ളം ഇട്ട് എല്ലാം ഇട്ടിട്ട് അത് പോകുന്നില്ല. പിന്നെ നോക്കിയപ്പോഴല്ലേ മറ്റേ എന്താ പെർമനൻറ്റ് മാർക്കുകൾ പോലെയുള്ള സംഭവമാണ്, ഇതൊട്ടും പോകണില്ല എന്ന്. അപ്പോഴും മനസ്സിലായി ഗൈസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ എത്രത്തോളം ടഫാണോ അത്രത്തോളം ടഫാണ്. ഇവിടെ കെയർ ടേക്കറുണ്ട്, ഭയങ്കര ഉറക്കത്തിലാണ് പുള്ളിക്കാരി. അപ്പോൾ ഭയങ്കര ടഫാണ് എന്ന്. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്, ഒരു ഇത് എന്താ പറയുക, ഒരു ഇതുണ്ട്. ഞാൻ പറയാം, ഒരു ടഫ് എന്ന് വെച്ചാൽ ഭയങ്കര ടഫാണ് മിക്ക ജോലിയും. അതിലായിട്ടുള്ളൊരു കാര്യമുണ്ട്, ആ കാര്യം ഭയങ്കര ടഫായിരിക്കും. എല്ലാ ജോലിയും സിമ്പിളൊന്നും അല്ല. കേക്കാണെങ്കിലും ബേക്കിംഗ് ടൈമിൽ കറക്റ്റ് ആയില്ലെങ്കിൽ അത് കറക്റ്റ് ആകത്തില്ല. ഇനി ഫുഡാണെങ്കിലും ഉപ്പോ മുളകോ കരിഞ്ഞൊക്കെ പോയാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അതേപോലെ തന്നെ കൊച്ചുങ്ങൾ എന്ത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ വരും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എന്താ പറയുക, ഞാൻ പിന്നെ നേരത്തെ കൊച്ചിനെ കുറേ നേരമൊക്കെ തന്നെ നോക്കി കഴുകി ഇതാക്കി അതാക്കി. അതുകൊണ്ട് ഞാൻ ഇനി വോയിസ് ഇപ്പോഴത്തേക്ക് നിർത്തി ആ കൊച്ചിനെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോ ഗൈസ്, നിങ്ങൾ തന്നെ കണ്ടിരുന്നു ഞാൻ എങ്ങനെയൊക്കെ ട്രൈ ചെയ്തൂന്ന്. അങ്ങനെ ഗൈസ് നമ്മുടെ ജോലി ഏകദേശം കഴിയാറായി. ഞാൻ അവിടെ നിന്ന് നേരെ തന്നെ ഏകദേശം ഒരു ലീവല്ല ഒരു ഇതെടുത്തിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ഇന്നൊരു ഹാഫ് അവർ നേരത്തെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നതേ. അങ്ങനെ ഇറങ്ങിയൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞു ഭാവനെ എടുത്തിട്ട് ഞാൻ നേരെ തന്നെ ഷോപ്പിങ്ങിന് പോയി കിഡ്സിൻ്റെ അവിടെ നിന്ന് ഭയങ്കര ഫണ്ണായിരുന്നേ. അപ്പം നിങ്ങൾക്ക് എന്തായാലും കാണാം. അങ്ങനെ അവിടെ ഒരു സ്പിന്നിങ് വീലിൻ്റെ ടൈമിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, കാരണം അത് കുറേ പ്രാവശ്യം സ്പിൻ ചെയ്തതാണ്. ഏകദേശം ഈ വീഡിയോയിനൊരു 15 മിനിറ്റ് ഉണ്ടാക്കിയത്, ഒരു 12-10 മിനിറ്റൊക്കെ ആയേനെ. അങ്ങനെ അവളെ നോക്കിയിട്ട് ഞാൻ കുറേ ഡ്രസ്സ് ചൂസ് ചെയ്തോട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എന്ന് വെച്ചാൽ ഒന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പോലും. എന്ത് ചെയ്യാനാണെന്നേ. അങ്ങനെ അതൊക്കെ തന്നെ കഴിയുമ്പോൾ ഞാൻ ഡ്രസ്സസൊക്കെ തന്നെ എടുത്ത് നോക്കി, അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ കുറേ ഡ്രസ്സ് എടുത്ത് അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ തന്നെ മേടിച്ചു, കോംബോ ആയിട്ട് മേടിച്ചു, അതായിട്ട് മേടിച്ചു. ഈ നടക്കാൻ പ്രായമുള്ള സമയത്തിരുന്ന ഡ്രസ്സസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് എടുക്കാൻ പറ്റിയില്ല അവൾ. അങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റില്ല, കാരണം അവളൊരു കുഞ്ഞല്ലേ, നടക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ സാധനം എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ട്രോളി ഫുള്ളായിട്ടോ ഒരു പ്രോട്ടീനിൻ്റെ സംഭവം എടുത്തു കഴിഞ്ഞൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ അങ്ങനെ അതൊക്കെ തന്നെ കഴിയുമ്പോൾ ഞാൻ ബില്ലൊക്കെ അടിക്കാനായിട്ട് പോവായില്ല, കാരണം കുറേ സാധനം എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. ഡെലിവറിയൊക്കെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് അവർ ഡെലിവറിയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല ഗൈസ്. ഞാനൊരു പാളിപ്പായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് അവൾക്ക് വേണ്ടി ഒരു സ്ട്രോളിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മേടിക്കാനായിട്ട് പോയത്. അപ്പം അവർ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ട്രക്കിൽ ഡെലിവറൊക്കെ ചെയ്യും, സേഫ് ആയിട്ട് തന്നെ കൊണ്ടുവന്നില്ല ഗൈസ്. ഞാൻ അടുത്ത ഇനിയും കുറേ പാർട്സൊക്കെ വരാണ്, അതിനകത്ത് ഞാൻ പറയാവേ. ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളാണ് നമ്മുടെ അടുത്തത്. പിന്നെ നമ്മൾ നേരെ തന്നെ ബില്ലടിക്കാനായിട്ട് പോയേ. നമ്മൾ നേരത്തെ തന്നെ ബില്ലൊക്കെ അടിക്കാനായിട്ട് പോയിട്ട് അവിടെ സ്പിന്നർ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ചെയ്യണം. കോയിൻസ് ഇട്ടിട്ട്
ഞാൻ അതൊക്കെ തന്നെ ചെയ്തു. എത്ര മിനിറ്റായി? ഇത് തന്നെ ഒരു 6-7 മിനിറ്റ്. അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ഡ്രോപ്പ് ആക്കി. പിന്നെയും പ്ലേ സ്കൂളിൽ, അങ്ങനെ കിൻഡർ ഗാർഡനിൽ, അങ്ങനെയൊക്കെ പറയാം. അത് തന്നെ ഞാൻ റാമൻ കഴിക്കാനായിട്ട് പോയി. നല്ല ചൂട് റാമൻ കിട്ടുന്നൊരു സ്ഥലം ഞാൻ കണ്ടുപിടിച്ച് ഗൈസ്. അതാണ് റാമൻ കൊറിയൻ ചോപ്പി ഷിൻജോൻ, അങ്ങനെ എന്തോ ഒരു സംഭവം. അതാണ് എനിക്കൊന്നും അറിയത്തില്ലാത്ത. അങ്ങനെ അതൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് എന്നുവെച്ചാൽ എല്ലാവരുടെ ബോളിലൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള വാട്ടറാണ്. എൻ്റെ ഇതിൽ മാത്രം നോർമൽ വാട്ടർ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അവരെനിക്ക് ചെയ്തു തന്നതാണിത്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. ചോപ്സ്റ്റിക്കൊക്കെ എടുക്കാൻ നോക്കിയാലും പിന്നെ പറഞ്ഞ ചോപ്സ്റ്റിക്കൊന്നും എടുക്കണ്ട, അവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ എടുത്താൽ മതി, ബാക്കിയുള്ളത് നോക്കണ്ട എന്നൊക്കെ തന്നെ പറഞ്ഞ് നേരെ തന്നെ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ നേരെ തന്നെ അടുത്ത പാർട്ടി വരാവേ. ഞാൻ പിന്നെ നേരെ തന്നെ ബില്ലും പേ ചെയ്തിട്ട് നേരെ തന്നെ പോവാനിരിക്കുവാണേ. അപ്പോൾ എന്തായാലും അടുത്ത പാട്ടും വരുന്നതായിരിക്കും. ഇനിയും കുറേ പാർട്സ് വരാനുണ്ട്. കുറച്ച് റെക്കോർഡ് ചെയ്യണം, കുറച്ച് എടുക്കണം കേട്ടോ ഗെയിമിൽ നിന്ന്. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ, സീ യു.